നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഫിയോക് പ്രഖ്യാപിച്ച സമരത്തിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. സമരത്തിനിടയിലും ഫിയോക് ചെയർമാൻ ദിലീപിന്റെ റിലീസിന് മാറ്റമില്ലെന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോപിച്ചു. ഈ സമരത്തോട് ഫിയോക്കിനകത്തുള്ളവർക്ക് തന്നെ എതിർപ്പുണ്ടെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. ഫെബ്രുവരി 23 മുതലാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സിനിമ റിലീസ് ചെയ്യില്ലെന്ന് വ്യക്തമാക്കി തിയേറ്റർ ഉടമകൾ സമരം ആരംഭിച്ചത്. ഈ സമരത്തെക്കുറിച്ച് ഒരു മാധ്യമത്തിലൂടെയാണ് അറിഞ്ഞതെന്ന് ലിസ്റ്റിൻ മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. 4 സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇനി മുതൽ റിലീസ് ചെയ്യില്ലെന്ന് പറയുന്നത്. അഥവാ റിലീസ് പ്ലാൻ ചെയ്താലും നടക്കാത്ത സാഹചര്യമാണ്. കേരളത്തിലെ മുഴുവൻ സ്ക്രീനും ഹൗസ്ഫുൾ ഷോകളോടെ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 42 ദിവസത്തിന് ശേഷം മാത്രമേ OTTക്ക് നൽകാവൂ എന്ന ആവശ്യം സാധ്യമല്ല. ഫിലിം ചേംബറിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഫിയോക്കിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകൾ ഒരുക്കമല്ല. ഫിയോക്കിന്റെ ചെയർമാൻ ദിലീപാണ്. അദ്ദേഹമാണ് 7-ാം തീയതി അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ റിലീസ് വച്ചിരിക്കുന്നത്. ഫിയോക് സിനിമ പ്രദർശിപ്പിക്കില്ലെന്നും പറയുന്നു. അതിൽ തന്നെ അവ്യക്തതയുണ്ട്. ഇക്കാര്യം അവർ പരിഹരിക്കുമെന്നാണ് കരുതുന്നതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി. അതേസമയം ദിലീപ് ചിത്രം തങ്കമണിയുടെ റിലീസ് മാർച്ച് 7-നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം നിർത്തില്ല എന്ന തീരുമാനത്തിലാണ് ഫിയോക്. അങ്ങനെയാണെങ്കിൽ തങ്കമണി എന്ന ചിത്രത്തിന്റെ റിലീസും മാറ്റിവെച്ചേക്കാം. സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് ഫിയോക് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പേരിൽ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റും അനുബന്ധ ചട്ടങ്ങളും ബാധ്യതയാവുകയാണ്. ഏത് പ്രൊജക്ടർ വേണമെന്നത് തീരുമാനിക്കേണ്ടത് അതത് തിയേറ്റർ ഉടമകളാണ്. പ്രൊജക്ടറിന്റെ വില ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. 42 ദിവസം തിയേറ്റർ പ്രദർശനം കഴിഞ്ഞിട്ടേ സിനിമകൾ OTTയിൽ പ്രദർശിപ്പിക്കാവൂ എന്ന നിബന്ധന ലംഘിക്കപ്പെടുകയാണ്. പബ്ലിസിറ്റി കോൺട്രിബ്യൂഷനും പ്രൊജക്ടർ നിബന്ധനകളും മൾട്ടിപ്ലക്സുകൾക്ക് ബാധകമല്ലെന്നും ഫിയോക് കുറ്റപ്പെടുത്തുന്നു. അതേസമയം മലയാള സിനിമകൾ ഈ വാരം മുതൽ റിലീസ് ചെയ്യില്ലെന്ന ഫിയോക്കിന്റെ തീരുമാനത്തെ എതിർത്ത് നിർമ്മാതാക്കളും വിതരണക്കാരും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഫെബ്രുവരി 22-ന് തിയേറ്ററുകളിൽ എത്തേണ്ട മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെയും തുടർന്നെത്തുന്ന മറ്റ് മലയാള ചിത്രങ്ങളുടെയും റിലീസ് തടസ്സപ്പെടില്ലെന്ന് കേരളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിതരണക്കാരുടെ സംഘടനയായ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സും അസോസിയേഷനും ചേർന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. ഞങ്ങളോട് എന്നും ഊഷ്മള ബന്ധം പുലർത്തുന്ന കേരളത്തിലെ തിയേറ്ററുകൾ മഞ്ഞുമൽ ബോയ്സ് പ്രദർശിപ്പിക്കുമെന്ന് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ തിയേറ്ററുകളുമായി തുടർന്നും ഞങ്ങൾ സഹകരിക്കുമെന്നും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഈ ചിത്രം പ്രദർശിപ്പിക്കാത്ത തിയേറ്ററുകളുമായി തുടർ സഹകരണം വേണ്ടതില്ലെന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്നായിരുന്നു അന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. തിയേറ്ററുകളൊന്നും സമരത്തിലല്ല. ഇന്നലെ റിലീസായ സിനിമ അടക്കം തിയേറ്ററിൽ പ്രദർശനം തുടരുന്നുണ്ട്. എല്ലാ തിയേറ്ററിലും സിനിമ റിലീസ് ചെയ്യാൻ തരണം. അതിൽ പക്ഷാപാതം പാടില്ല. ഈ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് സമരമെന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ഞങ്ങൾ കാരണം ഒരു സിനിമയുടെയും റിലീസ് മാറ്റില്ല. ഇവിടെ ഒരു തിയേറ്ററും അടക്കില്ല. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ പ്രദർശന തീയതി മാറ്റിയതിന് കാരണം എന്താണെന്ന് അതിന്റെ നിർമ്മാതാവിനോടാണ് ചോദിക്കേണ്ടത് എന്നായിരുന്നു ഫിയോക്കിന്റെ പ്രസിഡന്റ് കെ വിജയകുമാറിന്റെ പ്രതികരണം. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.